ലോകത്ത് ഒരുപാട് ആളുകൾ വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു അസുഖമാണ് പാർക്കിൻസൺസ് രോഗം. നാഡീവ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ മൂലം ചലനശേഷിയിൽ ബുദ്ധിമുട്ടുണ്ടാവുക, കൈക്കും കാലിനുമൊക്കെ വിറയൽ അനുഭവപ്പെടുക, സംസാരിക്കുമ്പോഴുള്ള അവ്യക്തത, ചലനങ്ങൾക്ക് സ്പീഡില്ലാതെ വരിക, ബാലൻസിന്റെ പ്രശ്നം, മറ്റനവധി സാമൂഹിക പ്രശ്നങ്ങളും ഈ പാർക്കിൻസൺസ് രോഗത്തോടൊപ്പമുണ്ട്. ENTയും പാർക്കിൻസൺസ് രോഗവും തമ്മിൽ എന്താണ് ബന്ധം? ഈ പാർക്കിൻസൺസ് രോഗം നേരത്തെ കണ്ടെത്താൻ ചെവിയിലെ ചെവിക്കായം സഹായിക്കുമെന്ന് ഒരു പുതിയ പഠനം പുറത്തു വന്നിരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. പാർക്കിൻസൺസ് രോഗത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഈ രോഗത്തിന്റെ രോഗലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാണ് സാധാരണ ഇത് ഡിറ്റക്ട് ചെയ്യപ്പെടാറ്. എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതാൻ കഴിയുന്നില്ല, കൈകാലുകൾക്ക് വിറയൽ വരുന്നു, നടത്തത്തിൽ തന്നെ വ്യത്യാസം, നടന്നു പോകുമ്പോൾ കൈകൾ ആട്ടുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇതൊക്കെ തുടക്കത്തിലെ തന്നെ കണ്ടുപിടിക്കപ്പെടുന്നത് വളരെ ചുരുക്കം ചിലരിൽ മാത്രം. കൃത്യമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ കണ്ടു കഴിയുമ്പോഴാണ് ആളുകൾ ഇത് സംശയിച്ച് ഡോക്ടർമാരുടെ അടുത്തെത്തുന്നത്. അതുകൊണ്ട് രോഗലക്ഷണങ്ങൾ ചികിത്സിക്കാനുള്ള മരുന്നുകളാണ് പൊതുവെ പാർക്കിൻസൺസ് രോഗത്തിന് കൊടുക്കുന്നത്. അതുകൂടാതെ സ്കാനിങ്ങുകളും മറ്റും ചെയ്ത് വേറെ രോഗങ്ങളൊന്നും ഇല്ല എന്നുള്ള ഉറപ്പാക്കലും. എന്നാൽ ഈ പാർക്കിൻസൺസ് രോഗം നേരത്തെ വളരെ ചെറിയൊരു ടെസ്റ്റ് കൊണ്ട് കണ്ടുപിടിക്കാനായാൽ എന്തൊരു എളുപ്പമായിരിക്കും പിന്നീടുള്ള ചികിത്സയും മറ്റു കാര്യങ്ങളും. ഇതിന് സഹായകമാകുന്ന ഒരു റിസർച്ച് പുറത്തു വന്നിട്ടുണ്ട്. ജൂൺ 18 ഈ ഒരു ലേഖനം പുറത്തു വന്നിരിക്കുന്നത്. രസതന്ത്രത്തിൽ വളരെയേറെ തൽപരരായ കുറച്ച് ശാസ്ത്രജ്ഞർ അമേരിക്കയിൽ നിന്നാണ് ഈ ഒരു തെളിവ് പുറത്തുവിട്ടിരിക്കുന്നത്. നമ്മുടെ ചെവിക്കായത്തിനുള്ളിൽ സെറൂമിനസ് ഗ്ലാൻസ് എന്ന് വിളിക്കുന്ന ഗ്രന്ഥികളുടെ സെക്രീഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ തൊലിപ്പുറത്ത് കാണുന്ന സെബേഷ്യസ് ഗ്ലാൻസിൽ നിന്നുള്ള സെക്രീഷൻസും ഉണ്ട്. എന്നാൽ ഈ തൊലിപ്പുറത്ത് വരുന്ന സിബം പുറത്തു നിന്നുള്ള അന്തരീക്ഷ മലിനീകരണവും കാരണവുമൊക്കെ അതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇതിനെ നമുക്ക് കൂടുതൽ പഠനത്തിന് വിധേയമാക്കാൻ കഴിയുന്നില്ല. എന്നാൽ പാർക്കിൻസൺസ് രോഗികളിൽ മുമ്പ് നടത്തിയിട്ടുള്ള പഠനങ്ങൾ തെളിയിച്ചിരുന്നത് ഈ തൊലിപ്പുറത്തുള്ള സിബത്തിനും വ്യത്യാസമുണ്ടെന്നാണ്. എന്നാൽ ഈ പുറമേയുള്ള അന്തരീക്ഷവുമായുള്ള ഇടപെടൽ മൂലം ഇത് കൃത്യമായിട്ടുള്ള ഒരു കണ്ടെത്തലുകൾക്ക് സഹായകമായിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് ചെവിയിൽ നിന്നുള്ള ചെപ്പി അന്തരീക്ഷവുമായിട്ടുള്ള ഇടപെടലുകൾ കുറവാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പരിശോധന നടത്താനായാൽ അതിൽ കണ്ടെത്തിയ 4 ഘടകങ്ങൾ പാർക്കിൻസൺസ് രോഗികളിൽ വളരെ വ്യത്യസ്തമാണ് എന്നുള്ളതാണ് പുതിയ പഠനം തെളിയിച്ചിരിക്കുന്നത്. സിബത്തിൽ നിന്ന് 4 വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടുപിടിച്ച് ഇത് ഒരു 209 രോഗികളിൽ മാത്രമേ പഠനം നടത്തിയിട്ടുള്ളൂ. അതിൽ 108 പേരും പാർക്കിൻസൺസ് രോഗികളായിരുന്നു. ഇവരിൽ നിന്നെടുത്ത വാക്സിന് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള റോബോട്ടിക് മോഡലാണ് 94% കൃത്യതയോടുകൂടി പാർക്കിൻസൺസ് രോഗികളിൽ കണ്ടുവരുന്ന ഈ 4 രാസവസ്തുക്കളെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ചെവിക്കായത്തെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് എടുക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ചെവിത്തോണ്ടി കൊണ്ടോ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് തോണ്ടിയെടുത്താൽ നമുക്കിത് കിട്ടും. അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലതാനും. അപ്പോൾ വളരെ നേരത്തെ തന്നെ നമുക്കിത് കണ്ടെത്താനായി കഴിഞ്ഞാൽ പാർക്കിൻസൺസ് രോഗികൾക്ക് എത്രയും വേഗത്തിൽ ചികിത്സ തുടങ്ങാനും നേരത്തെയുള്ള ഇടപെടലുകൾ, പ്രത്യേകിച്ച് വ്യായാമങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ വായന വർദ്ധിപ്പിക്കുക, പാർക്കിൻസൺസ് രോഗം തടയാൻ സഹായിക്കുന്ന ഒരുപാട് എക്സസൈസുകളും വിദ്യകളും ഒക്കെയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏർലി ഇന്റർവെൻഷൻ സഹായകമാകുന്നതാണ് ഈ ചെവിയിലെ ചെവിക്കായത്തിൽ നിന്ന് നേരത്തെ തന്നെ പാർക്കിൻസൺസ് രോഗം ഡിറ്റക്ട് ചെയ്യാമെന്നുള്ള കണ്ടെത്തൽ. എന്നാൽ ഇപ്പോഴത്തെ പഠനത്തിന്റെ ഒരു പരിമിതി എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ കുറച്ച് ആളുകളിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരുപാട് ആളുകളിലേക്ക് ഈ പഠനം വരണം. അത് മാത്രമല്ല, പാർക്കിൻസൺസ് രോഗം പല ഘട്ടങ്ങളായിട്ടാണ് പുരോഗമിക്കുന്നത്. പല ഘട്ടത്തിലും ഈ ഒരു വാക്സിന് വരുന്ന മാറ്റം കണ്ടെത്തണം. അത് മാത്രമല്ല, പലതരം കൾച്ചറൽ ഗ്രൂപ്പിലും ഈ പഠനം ചെയ്യുകയും വേണം. ഇപ്പോഴത്തെ ഈ പഠനം ചെയ്തിരിക്കുന്നത് ചൈനയിലുള്ള കുറച്ച് ആൾക്കാരിലാണ്. എന്നാൽ മറ്റ് സംസ്കാരവും എത്നിസിറ്റിയുമുള്ള ആൾക്കാരിൽ ഈ പഠനം കൂടുതൽ വ്യാപിപ്പിക്കാൻ സാധിച്ചാൽ പാർക്കിൻസൺസ് രോഗം എന്ന അസുഖത്തെ വളരെ നേരത്തെ തന്നെ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ചെവിയിലെ ചെവിക്കായം ഒരു ശല്യമായി കാണുന്നവർക്ക് ഒരു മുന്നറിയിപ്പാണ് ഈ ഇയർ വാക്സിൽ നിന്നുള്ള ഈ സ്റ്റഡി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണം.